അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി ഇരിക്കട്ടെ. മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഒരു ശക്തനായ ഒരു വിശ്വാസിയാണ് ഏറ്റവും നല്ലവൻ. താലാക്ക് ഏറ്റവും ഇഷ്ടം ഒരു ശക്തനായൊരു ഒരു ഒക്കെ കൂടുതൽ കൊടുത്തു. ആ മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ദൗർബല്യത്തെ അല്ലാഹു തആല ഒരു കഴിവുകേടായി കണ്ടില്ല. എന്തേ ആരോഗ്യം കൊടുത്തൊരു മനുഷ്യൻ തൻ്റെ ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ആ ശക്തനായ ആൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആലക്ക് അദ്ദേഹത്തോട് ഇഷ്ടമുണ്ടാകുന്നത്. കാരണം അയാൾക്ക് എല്ലാ നന്മകളും ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഹജ്ജ് പോലത്തെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ നല്ല ആരോഗ്യം തന്നെ വേണമല്ലോ. അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ശാരീരികമായ ഒരു പവർ ഉണ്ടാവണം എന്നാണല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു തആല അദ്ദേഹത്തിനോട് ഒരു ഇഷ്ടം ഉണ്ട്. അല്ലാഹു അവനോടാണ് ഇഷ്ടം എന്ന് പറയാൻ കാരണം അത് അല്ലാഹു നൽകിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം, നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്വിഹത്തു വൽ ഫറഹു. രണ്ട് അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ അധിക ആളുകളും വഞ്ചിതരാണ്. അത് ഉപയോഗപ്പെടുത്തുന്നതിൽ അതിന് പല ആളുകളും വിജയിച്ചിട്ടില്ല. ആ രണ്ട് അനുഗ്രഹം ഏതാണ്? ആരോഗ്യം, ഒഴിവു സമയമാണ്. അപ്പോൾ ആരോഗ്യം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതൊക്കെ അല്ലാഹു തആല നൽകിയ അനുഗ്രഹമായതുകൊണ്ട് അല്ലാഹു ചോദിക്കും, എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങളതിന് അല്ലാഹു തന്ന ഈ ഒരു ആരോഗ്യം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. എന്നാൽ ഈ ദുർബലനായ മനുഷ്യനോട് അല്ലാഹുവിന് വലിയ കോപമുണ്ടോ? അങ്ങനെയല്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാലയളവിൽ അള്ളാഹു താല അയാളോട് ഇഷ്ടമുണ്ടായിട്ടുണ്ട്.
ഇപ്പോഴും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യുകയും വേണം. പക്ഷെ എന്താണ് അദ്ദേഹത്തിന് ഉള്ള നന്മ എന്ന് ചോദിച്ചാൽ, ശക്തനായ ഒരാളോട് അള്ളാഹു തആല ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു, എന്തൊക്കെ പ്രവർത്തിച്ചു എന്ന്. ഈ ദുർബലനായ ആളോട് അത് ചോദിക്കൂല. കാരണം അദ്ദേഹത്തിന് ആരോഗ്യമില്ലല്ലോ. അതാണ് അതിൻ്റെ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫി കുല്ലി ഖൈർ, എല്ലാ കാര്യത്തിലും നന്മയുണ്ട്. ഇഹ്ദിസലാമ, ദുന്യാവിൻ്റെയും ദീനിൻ്റെയും ദുന്യാവിൻ്റെയും ആഗ്രഹങ്ങൾക്കൊക്കെ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെയും നിനക്ക് والاختيات على تكسيل ما ينفوك من أمر دينك ودنياك التي تستعين بها على صيانة دينك. സൂക്ഷ്മതയോടുകൂടെ ഈ ആഗ്രഹത്തെ നീ ഉപയോഗിക്കുക. ദുന്യാവിൻ്റെ കാര്യമാവട്ടെ, നിൻ്റെ ദീനിൻ്റെ കാര്യമാവട്ടെ, കൂടെ ഉപകരിക്കുന്ന കാര്യങ്ങൾ, കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, സ്വഭാവ മഹിമകളായ നല്ല കാര്യങ്ങൾ, ഇതിലൊന്നും നീ ഒരു അമിതമായിട്ട് ചെയ്യാൻ പാടില്ല. മഹാന്മാരൊക്കെ ഹദീസ് വിശദീകരിച്ച് പറയുന്നത്, വസ്തഇൻ ബില്ലാഹി വലാ തജസ്, നീ അള്ളാഹുവിനോട് കാവലിനെ തേടുക, നീ അശക്തനാകരുത്. നമ്മളെന്തൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹു തആലയോട് ആ കാര്യത്തെ വിജയിപ്പിക്കാൻ നീ തേടണം. കാരണം നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ഉദ്ദേശിച്ചാലും അത് ചെയ്യാൻ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് മുഴങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ശക്തി തരേണ്ടത് നീയാണ്. നീ തന്ന ശക്തി കൊണ്ട് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാവൂ. നമ്മൾ ഈ വിരലൊന്ന് അനക്കണമെങ്കിൽ അള്ളാഹു നമുക്കതിന് കഴിവ് തരണം. അള്ളാഹു കഴിവ് തരുന്നില്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ചില എന്തെങ്കിലും ഒരു പ്രയാസം വന്നു, അപ്പോൾ നീ പറയരുത് അത് ഇന്ന വലാകിൻ ഖുൽ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. അല്ലാഹു കണക്കാക്കിയത്, അല്ലാഹു ഉദ്ദേശിച്ചത് പ്രവർത്തിച്ചു, നടന്നു. മറ്റത് നീ അങ്ങനെ ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് വിജയിക്കുമായിരുന്നു എന്ന് നീ പറഞ്ഞാൽ പിശാചിൻ്റെ പ്രവർത്തന വസ്വാസിൽ ഖന്നാസ്. കാരണം പിശാചിൻ്റെ പണി മനുഷ്യന്മാരുടെ മനസ്സിൽ കൺഫ്യൂഷനുകൾ ഇട്ടു തരലാണ്. അതാണ് ഈ ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്.
അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.